അല്ല അതെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഞാൻ ഒരു ക്യാൻവാസിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് O എന്ന് വായിക്കാം, വേറൊരാൾക്ക് അത് 0 എന്ന് വായിക്കാം. അമ്പിളി ഇതിന് ഉത്തരാധുനിക വ്യാഖ്യാനങ്ങളൊന്നും അമ്പിളി ഈ ചിത്രത്തിൽ നിൽക്കില്ല. ഉത്തരാധുനികത പോയിട്ട് ആധുനികതയുടെ പോലും വാതിൽ കടക്കാത്തൊരു ചിത്രമാണ് താങ്കൾ വരച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ആഴത്തിൽ ഞാനിത് പോകുന്നില്ല, കാര്യം ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു ചിത്രമേ അല്ല. ഇതൊരു പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമ്പിളിക്ക് ഇപ്പോഴും തൃപ്തികരമായി വിശദീകരിക്കാൻ പറ്റാത്ത 3 ചോദ്യങ്ങളുണ്ട്. ചോദ്യം 1, താങ്കൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കാതെ ഒരു റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെയാണ് ആ ചിത്രത്തിൽ ചിത്രീകരിക്കുക? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്റെ മുകളിൽ എഴുതിയുണ്ട്. ആ റിപ്പോർട്ടും എഴുതിയുണ്ടോ? പിന്നെ ഈ റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ്? എഴുതിയിട്ടുണ്ടോ? ഈ റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ്? ഈ നിൽക്കുന്ന 3 പെണ്ണുങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ച് സിനിമയെ സംബന്ധിച്ചുള്ള ഏത് റിപ്പോർട്ട്? അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടാണോ? അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടാണോ അമ്പിളി? അല്ല, ആ റിപ്പോർട്ട് എൻ്റെ മനസ്സിൽ ഒരു ഇപ്പൊ ഇവിടെ വന്ന് വിഴുപ്പലക്കുന്നവരെ കുറിച്ചിട്ടുള്ള മാനസിക നിലവാരത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് എന്റെ മനസ്സിലുള്ളത്. ഒരു സ്ത്രീയുടെ പേരിൽ സിനിമാ മേഖല അറിയപ്പെടുന്ന ഏത് റിപ്പോർട്ടാണ്? ഒരു സ്ത്രീയല്ല, പറ്റുകൾ നിങ്ങൾ നോക്കുക. എം ഹുസൈന്റെ ഒരു പുസ്തകം റിപ്പോർട്ട് ഞാൻ കൊടുത്തയക്കാം. താങ്കൾ റിപ്പോർട്ട് എഴുതുന്നു, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, അതൊരു സ്ത്രീയാണ്. അതൊരു ചോദ്യം. രണ്ടാമത്തെ, സിനിമയിലെ ക്യാൻസർ സ്ത്രീകളാണോ? അല്ലല്ല. സിനിമയിലെ സ്ത്രീകൾ ക്യാൻസർ ആണോ? സിനിമയിലെ സ്ത്രീകൾ ക്യാൻസർ ആണോ? അല്ല, എല്ലാവരും ഉണ്ട്. സിനിമ ക്യാൻസർ എന്ന് എഴുതിയത് ഉദ്ദേശത്തിലാണ് അല്ല, അത് 30 വർഷം മുമ്പ് നടന്നത് അന്ന് പറയേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ ഒരാഴ്ചക്കുള്ള കോടതികളില്ലേ, കോടതിയിൽ അതിനുള്ള സംവിധാനങ്ങളില്ലേ? താങ്കൾ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ താങ്കൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതൊരു സന്ദേശമല്ലേ? ആ സന്ദേശം പ്രതിഫലിപ്പിക്കുന്ന ആശയത്തെ താങ്കൾ ഗൗരവത്തോടു കൂടി കാണണ്ടേ? മൂന്നാമത്തെ ചോദ്യം, താങ്കൾ ഈ ചിത്രം വരച്ചത് ആർക്ക് വേണ്ടിയാണ്? താങ്കൾ ഈ ചിത്രം വരച്ചത് ആർക്ക് വേണ്ടിയാണ്? അതിജീവിതകൾക്ക് വേണ്ടിയാണോ അതോ വേട്ടക്കാർക്ക് വേണ്ടിയാണോ? സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സ്ത്രീകൾ സിനിമയിലെ ക്യാൻസർ എന്ന് പറഞ്ഞ് താങ്കൾ ഒരു ചിത്രം വരച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. സിനിമ നിലനിൽക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്കൾ ഒരു ചിത്രകാരനാണ് എന്ന ബഹുമാനത്തോടു കൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Debate with Arun Kumar.